ആത്മനമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതോപാഖ്യാനവും. ഇതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഇനി ഈ ഒരു ഭാഗം 6 മുതലുള്ള ശ്ലോകമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അതിൽ വൃത്രാസുരന്റെ പൂർവജന്മ കഥയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ചിത്രകേതു ചരിതം അല്ലെ. അപ്പൊ ചിത്രകേതു എന്ന മഹാരാജാവ്, അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. പിന്നീട് അങ്കിരസ മഹർഷി യാഗം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഏറ്റവും ആദ്യത്തെ മൂത്ത പത്നിയിൽ ഒരു പുത്രൻ ജനിക്കുകയും മറ്റു പത്നിമാർക്ക് അതിൽ അസൂയ തോന്നിയിട്ട് ആ പുത്രനെ വിഷം കൊടുത്തു കൊല്ലുകയും ചെയ്തു. പുത്രദുഃഖത്തിൽ വിഷമിച്ചിരിക്കുന്ന ചിത്രകേതുവിനെ നാരദ മഹർഷി ആശ്വസിപ്പിക്കുന്നു. ആ മരിച്ചുപോയ മകന്റെ ജീവനെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ആ ജീവൻ തന്നെ സംസാരിക്കുന്ന വിധത്തിൽ അച്ഛന് ഈ ഭൗതിക ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് ചിത്രകേതുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും നമ്മൾ കണ്ടു. ഇനി അങ്ങനെ അത് മനസ്സിലാക്കിയ ചിത്രകേതു നാരദ മഹർഷിയോട് തന്നെ ഉപദേശം ചോദിക്കുകയും നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തപസ് ചെയ്ത് വിദ്യാധര ചക്രവർത്തിയായി തീരുന്നതാണ് നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണുന്നത്. ശ്ലോകം 6. സ്തോത്രം ച മന്ത്രമപി നാരദദോധലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യഗുണ്ടമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രം അപി നാരദദഃ അധ ലബ്ധ്വാ തോഷായ ശേഷ വപുഷഃ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹ ഹി സപ്തരാത്രേ ലബ്ധ്വാ അപി അകുണ്ഠമതിഃ അന്വഭജത് ഭവന്തം. അഥാ അനന്തരം, അതായത് ചിത്രകേതുവിന് ആ കുഞ്ഞിന്റെ ജീവൻ ചിത്രകേതുവായിട്ട് പിതാവായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ഏത് ജന്മത്തിലെ അച്ഛനാണ് എന്ന് ആ ജീവൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരു മമത, അറ്റാച്ച്മെന്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മമത മൂലമുണ്ടാകുന്ന ദുഃഖവും അകന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം സഹ ഹി എന്ന് വെച്ചാൽ ആ ചിത്രകേതു ആകട്ടെ നാരദ മഹർഷിയിൽ നിന്ന് സ്തോത്രം ച മന്ത്രം അഭി ലബ്ധ്വാ, സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ശേഷവപുഷഃ, ആദിശേഷമൂർത്തിയായ തേ നിന്തിരുവടിയുടെ ഭഗവാനെ അങ്ങയുടെ തോഷായ സന്തോഷത്തിന് വേണ്ടി മാത്രം നനു തപസ്യൻ തപസ്സു ചെയ്ത് സപ്തരാത്രി 7 ദിവസം കൊണ്ട് വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചു. പതിതാം ലബ്ധ്വാ അഭി ലഭിച്ചു എങ്കിലും അകുണ്ഠമതിഹി മടുപ്പ് കൂടാതെ ഭവന്തം അവിടത്തെ തുടർന്നും അന്വഭജത് ഭജിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ ചിത്രകേതു അങ്ങനെ ആ അറ്റാച്ച്മെന്റും ആ ദുഃഖവും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനെ ഭജിക്കുവാനായി സ്തോത്രവും മന്ത്രവും ശ്രീ നാരദ മഹർഷിയാണ് ചിത്രകേതുവിന് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ അത് സ്വീകരിച്ചിട്ട് ആദിശേഷമൂർത്തിയായ ഭഗവാനെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം, അല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആഗ്രഹവും ഇല്ല. കാരണം ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചു, പക്ഷെ ഉണ്ടായ പുത്രനാണെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോ ഈ ഭൂമിയിൽ നിന്ന്, ഈ ഭൗതിക ലോകത്ത് നിന്ന് കിട്ടുന്നതൊന്നും ശാശ്വതമായ സമാധാനത്തെ നൽകുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരാഗ്രഹവുമില്ല, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് തപസ്സു ചെയ്തു. വെറും 7 ദിവസം കൊണ്ട് ആ കഠിന തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന് വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് മടുപ്പ് തോന്നിയില്ല എന്ന്. കാരണം ആ ഭഗവാനിൽ ലയിച്ച് അങ്ങനെ ഇരിക്കുന്നതിൽ മാത്രം ആനന്ദം അദ്ദേഹം കണ്ടെത്തി. അത് മറ്റൊരു ആഗ്രഹം നേടാനുമല്ല. അങ്ങനെ മടുപ്പ് കൂടാതെ ആ സ്ഥാനം ലഭിച്ചുവെങ്കിലും വീണ്ടും മടുപ്പ് കൂടാതെ അദ്ദേഹം വീണ്ടും തുടർന്ന് ഭഗവാനെ ഭജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 7. ഭഗവാൻ ആദിശേഷ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്.
തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണ ആവൃതേന പ്രാദുഃ ഭവൻ അചിരതഃ നുതിഭിഃ പ്രസന്നഃ ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദധാത. മൃണാളധവളേന താമരവളയം പോലെ വെളുത്തും സഹസ്രശീർഷ്ണ 1000 ശിരസ്സുകളോടുകൂടിയും ബദ്ധനുതി സിദ്ധ ഗണാവൃതേന രൂപേണ ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്വരൂപത്തിൽ അചിരതഃ കാലതാമസം കൂടാതെ പ്രാദുർഭവാൻ അതായത് നിന്തിരുവടി ഭഗവാനെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ചിത്രകേതുവിന്റെ മുന്നിൽ നുതിഭിഹി പ്രസന്നഹ അദ്ദേഹത്തിന്റെ സ്തുതികളിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ ആ ആദിശേഷ സ്വരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആത്മതത്വം ദത്ത ചിത്രകേതുവിനെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയും അനുഗ്രഹ്യ എന്നിട്ട് അനുഗ്രഹിച്ചിട്ട് തിരോദധാത അവിടെ നിന്നും അന്തർദാനം ചെയ്യുകയും ചെയ്തു എന്ന്. ആദിശേഷന്റെ ശരീരം വെളുത്തതും 1000 പടങ്ങളുള്ളതുമാണെന്ന് നമുക്കറിയാം. ആ രൂപത്തിൽ തന്നെയാണ് ചിത്രകേതുവിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അതുമാത്രമല്ല 4 പാടും ആദിശേഷന്റെ 4 പുറവും നിന്ന് സിദ്ധന്മാർ സ്തുതിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ചിത്രകേതു ആകട്ടെ അജിത ജിത സമമതിഭിഹി എന്നു തുടങ്ങുന്ന 15 ശ്ലോകമുള്ള ഒരു വിചിത്ര വൃത്തത്തിൽ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ അതായത് ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിക്കുകയും വെളുത്ത ശരീരവും 1000 പടങ്ങളോടും കൂടിയിട്ടുള്ള ആദിശേഷ സ്വരൂപത്തിൽ തന്റെ മുന്നിൽ ഭഗവാനെ കണ്ടപ്പോൾ ചിത്രകേതു അജിത സമമതിഭിഹി എന്നു തുടങ്ങുന്ന 15 ശ്ലോകമുള്ള വിചിത്ര വൃത്തമായ ഒരു സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ആ ചിത്രകേതുവിനെ ആത്മാവിന്റെ ആ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് ആത്മതത്വോപദേശം ചെയ്ത് ചിത്രകേതുവിനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് അന്തർദാനം ചെയ്യുകയും ചെയ്തു. ശ്ലോകം 8. ചിത്രകേതു പിന്നീട് വളരെ കാലം പരമഭക്തനായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. ത്വദ്ഭക്തമൗലിരദസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംകാപയൻ ഗുണഗണം തവ സുന്ദരീഭിः സംഗാതിരേകരഹിതോ ലളിതം ചചാര. ത്വദ് ഭക്ത മൗലിഹി അധ സഹ അപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഃ ഭുവനേഷു കാമം സംകാപയൻ ഗുണഗണം തവ സുന്ദരീഭിः സംഗാതിരേകരഹിതഃ ലളിതം ചചാര. അധ അനന്തരം ത്വദ് ഭക്ത മൗലിഹി ഭഗവാനെ അവിടുത്തെ ഭക്തന്മാരിൽ അത്യുത്തമനായ സഹ അഭി ച ആ ചിത്രകേതുവാകട്ടെ ലക്ഷലക്ഷം വർഷാണി അനേക ലക്ഷം സംവത്സരം ഹർഷുലമന നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഭുവനേഷു എല്ലാ ലോകങ്ങളിലും തവ ഗുണഗണം അങ്ങയുടെ ഗുണഗണങ്ങളെ സുന്ദരീഭിഹി കാമം സംകാപയാൻ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട്. അപ്പോൾ ചിത്രകേതു അങ്ങനെ ഒരു ഗന്ധർവനായി ആ സ്ഥാനം സ്വീകരിച്ച് ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാ ലോകങ്ങളിലും വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട് സംഗാതിരേഖരഹിത ലൗകിക സുഖങ്ങളിൽ ഒന്നും അത്യാസക്തിയില്ലാതെ ലളിതം ചചാര ഉല്ലാസത്തോടെ സന്തോഷത്തോടെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതായത്
ഭക്തി കൈവെടിയാതെ ലൗകിക സുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് വളരെ അതായത് ഒരുപാട് ലക്ഷം കൊല്ലം സുഖമായിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരിൽ അത്യുത്തമനായ ചിത്രകേതു പിന്നീട് അങ്ങനെ അനേക ലക്ഷം സംവത്സരം നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ എല്ലാ ലോകങ്ങളിലും ഒരു ഗന്ധർവനായിട്ട് തൻ്റെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് യഥേഷ്ടം പാടിച്ചുകൊണ്ട് ലൗകിക സുഖങ്ങളിലൊന്നും ഒരു ആസക്തിയും ഇല്ലാതെ അങ്ങനെ ലളിതമായിട്ട് ഉല്ലാസത്തോടെ ഭൂമിയിൽ അങ്ങനെ എല്ലാ ലോകങ്ങളിലും സുഖമായി കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. ശ്ലോകം 9. ചിത്രകേതു ശ്രീ പരമേശ്വരനെ പരിഹസിച്ച് പാർവതിയുടെ ശാപത്തിന് പാത്രമായി തീർന്നത് എങ്ങനെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ചിത്രകേതു ആണ് പിന്നീട് വൃത്രാസുരനായി ജനിച്ചത്. അതിന് കാരണമാകുന്ന ആ ശാപം അതെങ്ങനെ ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത്യന്ത സംഘവിലയായ ഭവത് പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരീ തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. അത്യന്ത സംഘ വിലയായ ഭവത് പ്രണുന്നഃ നൂനം സഹ രൂപ്യഗിരിം ആപ്യ മഹത് സമാജേ നിശങ്കം അംഗകൃത വല്ലഭം അംഗജ അരീം തം ശങ്കരം പരിഹസൻ ഉമയാ അഭിഷേപേ. അത്യന്ത സംഘവിലയായ വിഷയാസക്തി, ഭൗതിക വിഷയങ്ങളോടെല്ലാം പൂർണ്ണമായും ആസക്തിയില്ലാതെയാണ് ചിത്രകേതു പിന്നീട് എല്ലാ ലോകങ്ങളും ചുറ്റി സഞ്ചരിച്ച് സന്തോഷത്തോടെ ജീവിച്ചത് എന്ന് പറഞ്ഞുവല്ലോ. ആ വിഷയാസക്തി തീരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നശിക്കാൻ ഒരല്പമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് നശിച്ചു പോകുവാൻ വേണ്ടി, അതാണ് അത്യന്ത സംഘവിലയായ ആ ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തി തീരെ നശിക്കുവാൻ വേണ്ടി ഭവത് പ്രണുന്നഃ ഭഗവാനെ അവിടുന്ന് പ്രേരിപ്പിച്ചിട്ടാവണം നൂനം സഹ ആ ചിത്രകേതു ഒരിക്കൽ രൂപ്യഗിരിം ആപ്യ കൈലാസത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ മഹത് സമാജെ മഹർഷിമാരുടെ ഒരു സഭ, അതിൻ്റെ ആ സഭാമധ്യത്തിൽ നിശങ്കം ഒരു ശങ്കയും കൂടാതെ, അതായത് ലജ്ജയും കൂടാതെ, അംഗകൃത വല്ലഭം തൻ്റെ ഭാര്യയായ പാർവതീദേവിയെ മടിയിൽ വെച്ചിരിക്കുന്ന അംഗജ അരീം, അംഗജൻ എന്നാൽ കാമദേവൻ, കാമദേവന്റെ അരി എന്ന് വെച്ചാൽ ശത്രു, കാമദേവന്റെ അന്തകനായിരുന്നു മഹാദേവൻ, അതുകൊണ്ടാണ് അംഗജ അരി. കാമദേവന്റെ ശത്രുവായ മഹാദേവൻ തം ശങ്കരം ആ പരമശിവനെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ പരിഹസൻ ഭഗവാനെ പരമശിവനെ പരിഹസിച്ചു. പക്ഷേ ഉമയ പാർവതീദേവിയുടെ അഭിഷേപേ ശാപത്തിന് പാത്രമായി തീരുകയും ചെയ്തു എന്ന്. അതായത് അത് ഭഗവാൻ തന്നെ വരുത്തിയതായിരിക്കാം. അതാണ് പ്രകൃതി നിശ്ചയം എന്ന് പറയുന്നത്. കാരണം പൂർണ്ണമായിട്ടും ആ വിഷയാസക്തിയിൽ നിന്ന് ഒഴിഞ്ഞ് നല്ല നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ചിത്രകേതു അങ്ങനെ കഴിഞ്ഞിരുന്നത്. പക്ഷെ പൂർണ്ണമായ ആസക്തിയിൽ നിന്ന് വിടാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഭഗവാൻ കൊടുത്തത് എന്നാണ് പറയുന്നത്. ആ വിഷയാസക്തി പൂർണ്ണമായി നശിച്ചു പോവാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരു ദിവസം ചിത്രകേതു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ കൈലാസത്തിൽ മഹർഷിമാരുടെ സഭയിൽ ആ സഭാമധ്യത്തിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന മഹാദേവൻ പാർവതീദേവിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചിത്രകേതു കണ്ടത്. പക്ഷെ അങ്ങനെ ഇരുന്നിട്ടും ചുറ്റും കൂടി നിൽക്കുന്ന സനകാദി മഹർഷിമാർക്കും മറ്റൊരു ഋഷീശ്വരന്മാർക്കും ഒരു ബുദ്ധിമുട്ടും അതിൽ തോന്നിയില്ല. എന്നാൽ ചിത്രകേതുവിന് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പാർവതി ദേവി കേൾക്കെ ചിത്രകേതു മഹാദേവനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ ലോകഗുരു, മഹാദേവൻ ലോകഗുരു ആണെന്നല്ലേ പറയുന്നത്, ഈ ലോകഗുരു നാണം കൂടാതെ പരസ്യമായി ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. പ്രാകൃതന്മാർ പോലും ഇങ്ങനെ ചെയ്യില്ല.
ഇതായിരുന്നു ചിത്രകേതു പറഞ്ഞു പരിഹസിച്ചത്. ഇത് കേട്ടപ്പോൾ മഹാദേവൻ ഒന്ന് പുഞ്ചിരി തൂകിയതേയുള്ളൂ. പക്ഷേ പാർവതീദേവിക്ക് അത് സഹിച്ചില്ല. അപ്പൊ പാർവതീദേവി അത് സഹിക്കാതെ കോപിച്ച് ചിത്രകേതുവിനെ ശപിച്ചു, ഇവൻ ഒരു അസുരനായി തീരട്ടെ എന്ന്. അങ്ങനെയാണ് ചിത്രകേതു വൃത്രാസുരനായി മാറി പിന്നെ ജനിച്ചത് എന്നാണ് പറയുന്നത്. ശ്ലോകം 10. പാർവതീദേവിയുടെ ശാപമേറ്റ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായി തീർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് ഈ ശ്ലോകത്തിൽ ഇനി പറയുന്നത്. നിസംഭ്രമസ്ത്വയമയാജിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനേ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമഭാസ്യ ഗത പദം തേ. നിസംഭ്രമഃ തു അയം അയാചിത ശാപമോക്ഷഃ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാ ആത്മതത്വകഥനൈഃ സമരേ വിചിത്രം ശത്രോ അഭി ഭ്രമം അഭാസ്യ ഗതഃ പദം തേ. അയം തു നിസംഭ്രമഃ. അയം തു എന്ന് വെച്ചാൽ ആ ചിത്രകേതുവാകട്ടെ പാർവതീദേവിയുടെ ശാപം കേട്ടു അസുരനായി തീരട്ടെ എന്ന്. എന്നാലും ആ ചിത്രകേതുവാകട്ടെ നിസംഭ്രമഃ, ഒട്ടും പരിഭ്രമം ഉണ്ടായില്ല, ഭയമുണ്ടാകാതെ അയാചിത ശാപമോക്ഷഃ, ശാപമോക്ഷം പോലും പാർവതീദേവിയോട് ചോദിച്ചില്ല എന്ന്. അങ്ങനെ ചോദിക്കാതെ വൃത്രാസുരത്വം ഉപഗമ്യ, വൃത്രാസുരനായി തീർന്ന് സുരേന്ദ്ര യോധി, ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭക്തി നിമിത്തം ആത്മതത്വകഥനൈഃ, ആത്മതത്വ ഉപദേശങ്ങളെ കൊണ്ട് സമരേ, ആ യുദ്ധത്തിനിടയിൽ ശത്രോഹോ അഭി, ശത്രുവായ ഇന്ദ്രനെ പോലും ഭ്രമം അഭാസ്യ, ആ ഇന്ദ്രന്റെ പോലും അജ്ഞാനത്തെ അങ്ങ് നീക്കിക്കൊടുത്തു. എന്നിട്ട് തേ പദം ഗതഃ, ഭഗവാനെ അവിടത്തെ ലോകത്തെ പ്രാപിച്ചു. വിചിത്രം, വളരെ വലിയ ആശ്ചര്യം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പാർവതീദേവി ശപിച്ചതിൽ ചിത്രകേതുവിന് ഒട്ടും പരിഭ്രമം ഉണ്ടായില്ല. ശാപം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ശാപമോക്ഷം ചോദിക്കാതെയാണ് ചിത്രകേതു അവിടെ നിന്നും പോന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഈ ദശകത്തിലെ തന്നെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തുഷ്ടാവിന്റെ പുത്രനായ വിശ്വരൂപൻ കുറെ കാലം ദേവേന്ദ്രന്റെ പുരോഹിതനായി ഭവിച്ച കാര്യം നമ്മൾ ആ ദശകത്തിലെ ഈ ദശകത്തിലെ തന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടുവല്ലോ. ആ വിശ്വരൂപന്റെ അമ്മ അസുരവർഗത്തിൽപ്പെട്ടവളായിരുന്നു. അമ്മ വഴിക്ക് അസുരന്മാരോട് സ്നേഹം തോന്നിയ വിശ്വരൂപൻ ഗൂഢമായി അവർക്കും യജ്ഞഭാഗം, ആ യജ്ഞത്തിന്റെ ഭാഗം അസുരന്മാർക്കും കൊടുത്തുകൊണ്ടിരുന്നു. അതറിഞ്ഞ് കോപിച്ച ദേവേന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. അപ്പോൾ വിശ്വരൂപന്റെ അച്ഛനായ തൊഷ്ടാവ് കോപിച്ച് ഇന്ദ്രശത്രുവായ ഒരു പുത്രൻ തനിക്ക് ജനിക്കുവാൻ വേണ്ടി ഒരു ഹോമം നടത്തി. ആ ഹോമാഗ്നിയിൽ നിന്ന് വൃത്രാസുരൻ ജനിച്ചു. ഇവിടെ ഈ വിശ്വരൂപന്റെ അച്ഛനായ തുഷ്ടാവ് നടത്തിയ ഹോമത്തിൽ അഗ്നിയിൽ നിന്നും വൃത്രാസുരനായി ജനിച്ചത് ഈ ചിത്രകേതുവായിരുന്നു. അപ്പൊ പാർവതി ദേവിയോട് ശാപമോക്ഷം പോലും ചോദിക്കാതെ അവിടെ നിന്ന് പോന്ന ആ ചിത്രകേതുവാണ് ഇവിടെ വിശ്വരൂപന്റെ അച്ഛനായ തുഷ്ടാവ് നടത്തിയ ഹോമാഗ്നിയിൽ വൃത്രാസുരനായി ജനിച്ചത്. കാരണം അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചത് ഇന്ദ്രന്റെ ശത്രുവായ ഒരു പുത്രൻ തനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഹോമം നടത്തിയത്. അപ്പൊ ആ ഹോമാഗ്നിയിൽ നിന്നും വൃത്രാസുരൻ ജനിച്ചു. പക്ഷേ ഹോമമന്ത്രത്തിൽ സ്വരം മാറിപ്പോയതുകൊണ്ട് ഇന്ദ്രന്റെ ശത്രുവായ പുത്രനല്ല, ഇന്ദ്രൻ ശത്രുവായ പുത്രനാണ് ജനിച്ചത് എന്ന്. ഇന്ദ്രന്റെ ശത്രു അല്ല ജനിച്ചത്, ഇന്ദ്രനെ ശത്രുവായി ലഭിക്കാൻ പോകുന്ന, ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന പുത്രനാണ് അദ്ദേഹത്തിന് ജനിച്ചത്. അങ്ങനെ വൃത്രാസുരനെ ഇന്ദ്രൻ വധിക്കുകയും ചെയ്തു. എന്നാൽ പൂർവജന്മത്തിൽ ചിത്രകേതുവായിരുന്ന കാലത്ത് വൃത്രാസുരൻ വലിയ വിഷ്ണു ഭക്തനായിരുന്നുവല്ലോ. അങ്ങനെ അന്നത്തെ ആ വിഷ്ണു ഭക്തിയുടെ ശക്തി കൊണ്ട് ഈ യുദ്ധമധ്യത്തിൽ വെച്ച് ശത്രുവിനെ പോലും അദ്ദേഹം തത്വോപദേശം ചെയ്യുവാൻ ഇടവരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻജന്മത്തിൽ ചിത്രകേതു ആയിരുന്നപ്പോഴുള്ള ആ വിഷ്ണു ഭക്തിയുടെ ശക്തി കൊണ്ട് വൃത്രാസുരനായി ജനിച്ചിട്ടും ആ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിന്റെ മധ്യത്തിൽ ഇന്ദ്രനെ പോലും ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു എന്ന്, അദ്ദേഹത്തിന്റെ പോലും അജ്ഞാനത്തെ മാറ്റിക്കളയാൻ വൃത്രാസുരന് സാധിച്ചു എന്നാണ് പറയുന്നത്.
അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. യുദ്ധത്തിനിടയിൽ ശത്രുവായ ദേവേന്ദ്രനു പോലും ആത്മതത്വോപദേശം ചെയ്തിട്ട് വൃത്രാസുരൻ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു. ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അതി ആശ്ചര്യകരം തന്നെ. അതുകൊണ്ടാണല്ലോ ശാപമേറ്റിട്ടും പരിഭ്രമിക്കാതെ യുദ്ധമധ്യത്തിൽ ശത്രുവിന് പോലും ആത്മതത്വോപദേശം ചെയ്തു കൊടുക്കാൻ ചിത്രകേതുവിന് സാധിച്ചത്. ശ്ലോകം 11. ചിത്രകേതുവിന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ഇനി ഈ 11ാമത്തെ ശ്ലോകത്തിലായിക്കൊണ്ട് മരുത്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ദ്രനെ വധിക്കുവാൻ ദിതി ചെയ്ത ശ്രമവും ഭഗവത് മാഹാത്മ്യത്താൽ വിപരീത ഫലമായി തീർന്നതുമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ത്വത്സേവനേന ദിതി ഇന്ദ്രവദോദ്യതാ അഭി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുദോ ബിലേപേ ദുഷ്ടാശയേ അഭിശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. ത്വത് സേവനേന ദിതി ഇന്ദ്രവദ ഉദ്യത അഭി താൻ പ്രത്യുത ഇന്ദ്രസുഹൃദഃ മരുദഃ അഭിലേഭേ ദുഷ്ടാശയേ അഭി ശുഭദാ ഏവ ഭവന്നിഷേവാ തത്താദൃശഃ ത്വം അവ മാം പവനാലയേശ. ദിതി ദിതി ത്വത്സേവനേന നിന്തിരുവടിയെ സേവിച്ചുകൊണ്ട് ഒരിക്കൽ ദിതി ഭഗവാനെ സേവിച്ച് ഇന്ദ്രവധ ഉദ്യത ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചുവെങ്കിലും ഇന്ദ്രവധ ഉദ്യത അഭി ഇന്ദ്രനെ വധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പ്രത്യുത ഇന്ദ്ര സുഹൃദഃ നേരെ വിപരീതമായിട്ട് ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ താൻ മരുദഃ ആ മരുത്തുക്കളെയാണ് അഭിലേപേ പുത്രന്മാരായി ലഭിച്ചത്. അതായത് ഇന്ദ്രനെ വധിക്കുവാൻ വേണ്ടി അതിന് പറ്റിയ പുത്രന്മാരെ തനിക്ക് വേണം എന്ന് കരുതിയിട്ടാണ് ദിതി ഭഗവാനെ സേവിച്ചത്. പക്ഷെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ പുത്രന്മാരെ, അവരെയാണ് മരുത്തുക്കൾ എന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള പുത്രന്മാരെയാണ് ദിതിക്ക് ലഭിച്ചത്. ദുഷ്ടാശയെ അഭി ദുഷ്ടഹൃദയനു പോലും ഭവൻ നിഷേവ അവിടത്തെ സേവിക്കുന്നത് ശുഭദ ഏവ ഗുണമായിട്ടേ വരൂ. പവനാലയേശ അല്ലയോ ഗുരുവായൂരപ്പ തത്താദൃശഃ ത്വം അങ്ങനെയുള്ള അങ്ങ് മാം അവ എന്നെയും രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. അതായത് ദിതിയുടെ പുത്രന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അപ്പൊ തൻ്റെ മക്കളായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിച്ചത് ഇന്ദ്രനാണ് എന്ന് ദിതി മനസ്സിലാക്കി. അപ്പൊ ഇവരെ രണ്ടുപേരും ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും ഭഗവാൻ വധിക്കാൻ കാരണം ഇന്ദ്രനാണ്. അപ്പോൾ ദേവേന്ദ്രനോട് കോപം തോന്നിയ ദിതി ഇന്ദ്രനെ വധിക്കുവാനായി ഒരു പുത്രനെ തനിക്ക് നൽകണമെന്ന് ഭർത്താവായ കാശ്യപ മഹർഷിയോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് കാശ്യപ മഹർഷി ഗർഭാധാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് വ്രതഭംഗം വരാതെ 1 വർഷക്കാലം ഞാൻ ഉപദേശിച്ചു തരുന്ന പുംസവന വ്രതം അനുഷ്ഠിക്കുവാൻ ദിതിയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ ദിതി 1 വർഷക്കാലം ഒരു വ്രതഭംഗവും വരാതെ ആ പുംസവന വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം വ്രതഭംഗം വന്നു ചേരുകയും ചെയ്തു. അങ്ങനെ ആ ഗർഭത്തിലുണ്ടായ 49 മരുത്തുക്കളും ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി ഭവിച്ചു. ആ വ്രതഭംഗം വരാനായിട്ട് കാരണമായതും ദേവേന്ദ്രൻ തന്നെയാണ്. അങ്ങനെ ആ 49 മക്കളും മരുത്തുക്കളും ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി ഭവിച്ചു. ഇന്ദ്രനും ദിതി ഇങ്ങനെ ഗുണം വന്നത് ഭഗവത് ഭക്തിയുടെ മഹാത്മ്യത്താലാണ്. അതായത് ദിതി മനസ്സിൽ ദുഷ്ടത കരുതിയിട്ടാണ് ഭഗവാനെ സേവിച്ചത്. ദേവേന്ദ്രനെ വധിക്കാൻ പ്രാപ്തരായ മക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഗുണം വരുത്തിയ ഭഗവാൻ, ആ ഭഗവത് സേവ ദിതിക്ക് ഗുണമാണ് വരുത്തിയത്. അങ്ങനെയുള്ള ഭഗവാൻ ദുർവിചാരം കൂടാതെ ഭജിക്കുന്നവനെ എത്രമാത്രം ഗുണം നൽകുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മനസ്സിൽ ദുഷ്ടസങ്കല്പം വെച്ചാണെങ്കിലും ഭഗവാനെ സേവിച്ചതിലൂടെ ദിതിക്ക് നല്ലത് സംഭവിച്ചെങ്കിൽ
അത്രമാത്രം ശ്രേഷ്ഠമായ സങ്കല്പത്തോടുകൂടി ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ അവന് ഭഗവാൻ എത്രമാത്രം ഗുണം ചെയ്യും. അങ്ങനെയുള്ള ഭഗവാൻ തന്നെ എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത്? അത് കഷ്ടമാണല്ലോ എന്ന് മേൽപ്പത്തൂർ പറയുകയും ചെയ്യുന്നു. അതാണ് ആ തത്താദൃശഃ ത്വം, അങ്ങനെയുള്ള ഭഗവാൻ തന്നെ കൂടി രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മുടെ 23-ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുന്നത്.